ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബാക്ക് ടു സ്കൂൾ ഹോളാണ് ഗൈസ്. ഇത് വെറൊരു ബാക്ക് ടു സ്കൂൾ ഹോളല്ല, ബാക്ക് ടു സ്കൂൾ ഫോർ ദ ലാസ്റ്റ് ഇയർ ഓഫ് സ്കൂൾ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം, ഞാനൊരു +2 സ്റ്റുഡൻ്റ് ആണ്. ഇനി +2ലേക്കാണ് ഞാൻ. അപ്പോൾ സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ട്രാൻസിഷൻ എങ്ങനെ ഉണ്ടെന്ന് പറയാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും വേണ്ട സാധനമാണ് ബാഗ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഏത് ബാഗ് മേടിച്ചതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ്. ഞങ്ങളുടെ യൂണിഫോം കണ്ടാൽ മനസ്സിലാവും ഈ ബാഗും എൻ്റെ യൂണിഫോമും മാച്ചുള്ളത്. അത് യൂണിഫോം നമുക്ക് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൻ്റെ ബ്ലോഗിൽ നമുക്ക് എടുക്കാം, കാണിച്ചു തരാം ഗൈസ്. ബാഗിനെ പറ്റി റിവ്യൂ പറയാം ഗൈസ്. 2 കമ്പാർട്ട്മെൻ്റ് ഉണ്ട് ഗൈസ്, 2 കമ്പാർട്ട്മെൻറ്റ്. ഇത് രണ്ടും സെയിം സൈസാണ് കേട്ടോ. ആദ്യത്തെ 2 സിബും സെയിം സൈസാണ് ഗൈസ്. ഇത് എത്ര റേറ്റ് ആയിട്ടുണ്ടാവും ഗെസ് ചെയ്യുക ഗൈസ്. എൻ്റെ ഫ്രണ്ടിലൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. 2 സിബ് കമ്പാർട്ട്മെൻറ്റും പിന്നെ ഫ്രണ്ടിലൊരു ചെറിയ കമ്പാർട്ട്മെൻറ്റും ഉണ്ട്. നമുക്ക് ടാഗ് പിടിക്കാം. ടാഗ് പൊട്ടിക്കുന്നതിന് മുന്നേ അത് തിരിച്ചു കൊടുക്കണോ വേണ്ടതെന്ന് ആലോചിക്കാനുണ്ട് ഗൈസ്. കാരണം വലിയ നോട്ട്ബുക്ക് ഇതിൽ കൊള്ളോ ഇല്ലേന്ന് നമുക്ക് നോക്കാം. പിന്നെ അടുത്ത സാധനമാണ് ചെരുപ്പ്. എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമായിരുന്നു ഗൈസ്, കാരണം ചെരുപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ചെരുപ്പ്. അപ്പോൾ ഇത് ഏകദേശം സ്കൂൾ യൂണിഫോമിന് മാച്ചാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂളിൽ ഇടാൻ പോകുന്ന ചെരുപ്പ്. പിന്നെ അടുത്ത സംഭവമാണ് കോപ്പിക്കുട. ഇത് 3-fold കോപ്പിക്കുടയാണ് ഗൈസ്. Oh my God, bro. Oh, hell no, man. What the fuck, man? Get your ass. ഡിസൈൻ ഇങ്ങനെ സൺഫ്ലവറിന്റെ പോലെ വരും. പിന്നെ നമ്മൾ അടുത്ത മേടിച്ചത് ഒരു റെയിൻകോട്ടാണ് ഗൈസ്. ഇത് 120 ഒക്കെ കിട്ടണ ആ പ്ലാസ്റ്റിക്കിൻ്റെ റെയിൻകോട്ടില്ല, അതാണ്. പക്ഷേ ഞങ്ങൾക്ക് 85 രൂപയ്ക്കാണ് കിട്ടിയത്. ഹോൾസെയിൽ കടയിൽ നിന്നാണ് കേട്ടോ ഞങ്ങളോടൊക്കെ മേടിച്ചത്. പിന്നെ നമ്മൾ മേടിച്ച അടുത്ത സാധനമാണ് ഗൈസ് പൗച്ച്. ഇതാണ് നമ്മൾ മേടിച്ച പൗച്ച്. ഇതിൻ്റെ ടാഗ് നമുക്ക് പിടിക്കാം. ബാഗിൻ്റെ കൂടെ മേച്ചാണ് തെറ്റിന് ബ്ലാക്ക്. പിന്നെ നമ്മളടുത്തത് ബ്രൗൺ പേപ്പർ ആണ് ഗൈസ്. ഞാൻ ഈ കളർ ബ്രൗൺ പേപ്പർ മേടിക്കാറില്ല, ഓറഞ്ച് കളറില്ലേ, അതാണ് ഞാൻ മേടിക്കാറ്. പക്ഷെ പ്രാവശ്യം ഞാൻ മേടിച്ചു. ഇനി നമ്മുടെ നോട്ട് ബുക്കുകളാണ് ഗൈസ് കാണിച്ചു തരാൻ പോകുന്നത്. +1 കൊമേഴ്സിൽ ഞാൻ കൊമേഴ്സാണ് എടുത്തത്. അപ്പോൾ അതിൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, ഇങ്ങനത്തെ നോട്ടാണ് മേടിച്ചത്, അങ്ങനത്തെ ബാഗാണ് മേടിച്ചത്. അങ്ങനത്തെ ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു ലോങ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് വേണം കമൻറ്റ് ചെയ്താൽ. ഇനിയാണ് നമുക്ക് അടുത്ത വലിയ ടെസ്റ്റ്. ഈ ബാഗ് തിരിച്ചു കൊടുക്കണോ വേണ്ടതെന്ന് നോക്കണമെങ്കിൽ വലിയ ബുക്ക് ഇതിൽ കൊള്ളുമോ നോക്കണം. ഇതാണൊരു വലിയ നോട്ട്. ഈ നോട്ട് ഈ ബാഗിൽ കൊള്ളോ ഇല്ലെന്നാണ് അടുത്ത ചോദ്യം. കൊള്ളിക്കാം. ഇതിൽ കുറേ സാധനമുണ്ട് ഗൈസ്. ഞാൻ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. കണ്ടാൽ നല്ല ചെറിയ ബാഗ് പോലെ തോന്നും. പിന്നെ അത് അങ്ങനെ വിട്ട്, അതായത് നമ്മൾ ഈ ബാഗ് ഇടുമ്പോൾ അങ്ങനെ തൂങ്ങി കിടക്കില്ല, അങ്ങനെ ഓവറായിട്ട് ഇതായിട്ട് കിടക്കില്ല. ഭാഗ്യം, അല്ലെങ്കിൽ അപ്പോൾ ബാഗ് തിരിച്ചു വെക്കേണ്ടി വന്നതാണ്. നേരത്തെ കണ്ട ബുക്ക് പോലത്തെ ഒരു സെറ്റും, ഈ ഒരു സെറ്റിൽ 6 ഗൈസ് വരുന്നത്. അപ്പോൾ അതിന് 38 രൂപയാണ് വരുന്നു. അപ്പോൾ അത് 10 മേടിച്ചു നമ്മൾ. ഇതിൻ്റെ കവേഴ്സൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല പ്ലെയിൻ ആൻഡ് മിനിമലാണ് ഇതിൻ്റെ കവേഴ്സൊക്കെ, അതുകൊണ്ട് നല്ല രസമാണ്. അടുത്ത് നമ്മൾ ഏത് പേനയാണ് മേടിച്ച് നോക്കാം. അപ്പോൾ വളരെ അടുത്തായിട്ട് എനിക്ക് പെൻടോണിക്കിൻ്റെ പെന്നുകളാണ് ഇഷ്ടം. ബ്ലൂ മേടിച്ചിട്ടുണ്ട്, നമ്മുടെ ബ്ലാക്ക് മേടിച്ചിട്ടുണ്ട്. 2 പെൻടോണിക്കിൻ്റെ തന്നെയാണ് മേടിച്ചത്. ഞാൻ 2 കളർ മേടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനും ഓരോ പെന്നാണ് നോട്ട് ചെയ്യുമ്പോൾ കാണാനും പറ്റും. പിന്നെ അടുത്തത് ഒരു 10 രൂപയുടെ ഷാർപ്പ്നറാണ് ഗൈസ്. ആണ് കാപ്പിബാറ അല്ലേ, ഇത് കാപ്പിബാറ. നമ്മൾ 10 രൂപയ്ക്ക് കിട്ടണമൊക്കെ മേടിച്ച് കൂട്ടണം ഗൈസ്. ഒരു ഹൈലൈറ്റർ മേടിച്ചിട്ടുണ്ട്. പിന്നെ സ്കെയിൽ എവിടെ, റബ്ബർ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ സ്കെയിൽ ഒരു 10ൻ്റെ അവിടെ കൊടുക്കാൻ ഗൈസ്. 10 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത്. അതിൽ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ, ഇനി ബാക്കി 9 എണ്ണം ഉണ്ട്. അപ്പോൾ പിന്നെ പുതിയ സ്കെയിൽ നമുക്ക് വേണ്ടല്ലോ, അവിടെ ഉണ്ട്. പിന്നെ റബ്ബർ മറ്റേ ഒരെണ്ണം മേലെ നിർത്തിട്ട് അടിയിലേക്ക് ആക്കണതില്ലേ,
അങ്ങനത്തെ ആ ഒരു സ്റ്റിക്ക് റബ്ബർ അതുണ്ട്. അപ്പോൾ പിന്നെ പുതിയത് മേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ബാക്ക് സ്കൂൾ ഫോൺ. വളരെ മിനിമലായിട്ടാണ് ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ തന്നെ ഉള്ളൂ. പ്ലസ് ടുവിലേക്കാണ് ഇനി ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. ടാറ്റാ.